എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വോയിസ് ഓവർ കൊടുത്തൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ വീഡിയോയ്ക്ക് ഉണ്ടാകും. നമ്മളിന്ന് പോകുന്ന യാത്ര എന്ന് പറഞ്ഞാൽ മൂന്നാർ വഴി മറയൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഏകദേശം രാവിലെ ഒരു 9 മണി 9:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാട്ടോ നമ്മൾ ഇറങ്ങിയത്. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1 മണിയാണ് നമ്മുടെ ചെക്കിങ് ടൈം. പക്ഷെ എന്തായാലും ആ സമയത്ത് നമ്മൾ എത്തില്ല. പോണ വഴിക്ക് മൂന്നാർ സന്ദർശകരുടെ മെയിൻ കാഴ്ചയായ നേരിമംഗലം പാലം, അത് നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടെ സൈഡിൽ തന്നെ പുതിയ പാലത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ചീയപ്പാറയിൽ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് കേട്ടോ. പക്ഷേ അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായില്ല ഫോട്ടോ എടുക്കാൻ ഇറങ്ങാനായിട്ട്. അപ്പം അതുകൊണ്ട് നമ്മളവിടെ നല്ല വെയിലുമായിരുന്നു. അതുകൊണ്ട് നമ്മളവിടെ ഇറങ്ങിയില്ല. ജസ്റ്റ് കണ്ടു, ഒരു ക്ലിപ്പിംഗ് വണ്ടിയിലിരുന്നതിന് ഒരു ക്ലിപ്പിംഗ് എടുത്തിട്ട് നമ്മൾ പോന്നു കേട്ടോ. അതിനുശേഷം നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പോരുകയാണ്. മോള് ഭയങ്കര ഡാൻസായിരുന്നു, പാട്ടൊക്കെ വെച്ചിട്ട്. ആൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ട്രിപ്പ്. മറയൂരെത്തുന്നവരെ ആൾ ഉറങ്ങിയിട്ടില്ല. വണ്ടിയിൽ കിടത്തി ഉറക്കാനൊക്കെ നോക്കിയിട്ടും ആൾ ഒട്ടും ഉറങ്ങിയില്ലായിരുന്നു. ഭയങ്കര ഡാൻസായിരുന്നു ആൾ. റോട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ച് കൺജഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഗ്ലാസ് താഴ്ത്തിയിട്ട് കാഴ്ചകൾ കാണാനൊന്നും പറ്റിയ ഇതായില്ല. അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു, റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് യാത്രയിലുണ്ടായിരുന്നു. നമ്മൾ ഒരു 2 മണി 2:30 ആയപ്പോഴത്തേക്കും നമ്മൾ മൂന്നാർ ടൗൺ പാസ് ചെയ്തു കേട്ടോ. ടൗണിലൊന്നും വണ്ടി ഒതുക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല, ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ മറയൂർ റൂട്ടിലേക്ക് കയറി. മറയൂർ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്ക് വഴി, ആ റൂട്ടാണ് മറയൂർക്ക് പോകുന്ന റൂട്ട്. ആ റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാഴ്ചകളും ക്ലൈമറ്റ് തന്നെ നമുക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യും കേട്ടോ. കാരണം മൂന്നാർ വരെ അത്യാവശ്യം നല്ല ചൂടായിരുന്നു. മറയൂരിലേക്ക് ആ ഒരു റൂട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു ചെറിയൊരു തണുപ്പൊക്കെ കിട്ടി തുടങ്ങിയായിരുന്നു. നമ്മൾ ഉച്ചത്തേക്ക് നമ്മൾ പൊതിച്ചോറ് കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സ്പോട്ട് തപ്പിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു സീനറി ഉള്ളൊരു സ്ഥലം വന്നപ്പോഴത്തേക്കും നമ്മൾ വണ്ടി പോയി ഒതുക്കി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ പലയിടത്തും എലിഫൻറ്റ് സൈറ്റിംഗ് കിട്ടും എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. ക്രോസിങ് ഏരിയ ആണ് എന്നുള്ള രീതിയിലൊക്കെ, ക്രോസിങ് ഏരിയ എന്നുള്ള ബോർഡ്സ് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ടില്ല കേട്ടോ ഒന്നിനും. എന്നാലും നോക്കുന്നുണ്ടായി. നമ്മൾ വളരെ സ്ലോലിയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും സൈറ്റിങ്സ് കിട്ടിയാലോ എന്ന് കരുതി 2 വശത്തും നോക്കിയാണ് പോകുന്നത്. ഇസക്കുട്ടിക്കാണെങ്കിൽ ചോളം വേണമെന്ന് പറഞ്ഞു ആൾ. ചോളം വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചോളം. മുഴുവനും കഴിക്കുമൊന്നുമില്ല, എന്നാലും ആവശ്യപ്പെട്ടപ്പോൾ ആൾക്കത് വാങ്ങിച്ചു കൊടുത്തു നമ്മൾ. അപ്പം അങ്ങനെ അതും വാങ്ങിക്കൊടുത്തു. എന്നിട്ടിങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് തുടർന്നു. നല്ല രസമാട്ടോ അവിടെ. നമുക്ക് നല്ലൊരു ക്ലൈമറ്റാണ്. ഈ ഭാഗത്തൊക്കെ നമുക്ക് ഗ്ലാസ് താഴ്ത്തിയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് നല്ല രസത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ആൾ എൻ്റെ അടുത്ത് നിന്ന് ആളത്തൊക്കെയോ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ. പോകുന്ന വഴിക്ക് മിക്ക സ്ഥലങ്ങളും ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി റെസ്റ്റ് എടുക്കുന്നതും ഒക്കെ കാണാം കേട്ടോ. എങ്ങനെ വന്നാലും ഫോറസ്റ്റ് അല്ല എങ്കിൽ പോലും നമ്മൾ ആ പോയ സമയത്ത് നമ്മുടെ പടയപ്പ ആനയുടെ കുറച്ച് ശല്യം ഉള്ള സമയമാണെന്നുള്ളതിൽ നമ്മൾ ന്യൂസൊക്കെ ഉണ്ടായിരുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധയുണ്ടായിരുന്നു. ഈ ഭാഗത്ത് റോട്ടിൽ സ്ഥിരം ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. നമ്മൾ അതുമൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയതും. പോകുന്ന വഴിക്ക് രസമാട്ടോ. ഈ ദൂരെ നോക്കുമ്പോൾ മരങ്ങളിൽ ലൈറ്റ് ലാവൻഡർ കളറിൽ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. കാണാനായിട്ട് തന്നെ നല്ല രസമാട്ടോ ഇച്ചിരി ദൂരെ നിന്ന് നോക്കുമ്പോൾ.
ഞങ്ങൾക്ക് ആക്ച്വലി അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെയും ഒന്ന് കയറി അറ്റൻഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പോയത്. അതിൻ്റെ ക്ലിപ്പിങ്സ് നമ്മൾ എടുത്തില്ല. ഇതിപ്പോൾ നമ്മൾ ആ റൂട്ടിൽ തന്നെയുള്ള ലെക്കം എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസാണ്. അത്യാവശ്യം ഫോറിനേഴ്സും വിസിറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് അവിടെ കയറി കാണാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല, ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല. ഈ തേയിലയുടെ ഇടയിൽ കൂടി KSRTC വന്നത് ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ തന്നെ. പച്ച തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഈ KSRTC കയറി വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയൊരു വ്യൂ തന്നെയാണ് കേട്ടോ അത്. ഇതിപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ അങ്ങോട്ട് എൻട്രി ചെയ്യുമ്പോൾ വേറെ ചെക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഇതിന് സാൻഡൽ ഫോറസ്റ്റാണ് ഈ കാണുന്നത് നമ്മൾ രണ്ട് സൈഡിലും. ഈ റോട്ടിൽ നിന്ന് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. മുള്ളിൻ്റെ ഒരു കമ്പി കൊണ്ടുള്ള വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെയെന്ന് വെച്ചാൽ വൈൽഡ് ആനിമൽസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് അവരും റോട്ടിലേക്ക് കടക്കാതിരിക്കാനും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ആയിരിക്കാം അങ്ങനെ മറിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുന്നുണ്ടായി രണ്ട് സൈഡിൽ. ഇടയ്ക്ക് വീടുകളുണ്ട്, എന്നാലും നമ്മൾ നോക്കുന്നുണ്ടായി എന്തെങ്കിലും സൈറ്റിങ്സ് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ മാനിനെ ആണെങ്കിലും കണ്ട, കുഞ്ഞാണെങ്കിലും മാനിനെ കാണണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. നമ്മൾ പോകും മുന്നേ തന്നെ ആളോട് ഇങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ട് ആൾക്ക് എന്തെങ്കിലും കാണണം എന്നുള്ളതൊക്കെ ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കി നോക്കി പയ്യെ പോകുന്ന വീഡിയോ നമ്മൾ ഇച്ചിരി സ്പീഡ് കൂട്ടി ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ വളരെ സ്ലോലി ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് നമുക്ക് കിട്ടി കേട്ടോ. അതായത് കാട്ടിയായിരുന്നു, കാട്ടുപോത്ത് അല്ലെങ്കിൽ കാട്ടി. ഇത് ആക്ച്വലി ശരിക്കും കാട്ടുപോത്താണോ എന്നുള്ളതിൽ എനിക്ക് കൺഫേം അല്ല കേട്ടോ. കാരണം കുറേ വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇതല്ല ശരിക്കും കാട്ടുപോത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കതിൽ കൺഫർമേഷൻ ഇല്ല. കാട്ടി അങ്ങനെ പറയാം നമുക്ക്. നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ 3 ഫീമെയിലും ഒരു കുട്ടിയും, അങ്ങനെയാണ് നമ്മൾ കണ്ടത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നത് ആ കുട്ടി കാട്ടീനെയും പിന്നെ 2 വലുതിനെയും. അപ്പോൾ ഇത് ഫീമെയിലാട്ടോ. ഫീമെയിൽ എന്ന് പറയാൻ കാരണം ഈ ഒരു ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡ് വരുന്നത് ഫീമെയിലാണ്. മെയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മസ്കുലർ ആയിരിക്കും. അതേപോലെ തന്നെ ഭയങ്കര ബ്ലാക്ക് കളറായിരിക്കും. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ആ മരത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു 3ാമത്തെ ഒരു കാട്ടീനെയും കൂടി നമുക്ക് കാണാൻ പറ്റും. ഈ കുട്ടിക്കിടാവ് എന്ന് പറയുന്നത് നമ്മുടെ പശുക്കുട്ടീനെ പോലെ തന്നെ കേട്ടോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുക. വേറെ വ്യത്യാസമൊന്നുമില്ല. വലുതാകുമ്പോഴത്തേക്കും ഇത് കാലിലൊരു സോക്സ് മോഡൽ ഒരു ഇത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മെച്യൂർഡ് ആയാലായിരിക്കാം കുഞ്ഞിനത് തെളിഞ്ഞ് വരിക എന്ന് തോന്നുന്നു. നമ്മളെ കാണുമ്പോൾ ഇടയ്ക്ക് തലപൊക്കി നോക്കുന്നുണ്ടെങ്കിലും വേറെ ശല്യമൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുത്തു. നമ്മൾ നിൽക്കുന്നത് ആക്ച്വലി കാട്ടിയുടെ നമ്മളുടെ ഇടയിലായിട്ട് ഈ കമ്പിവേലി ഉണ്ട് കേട്ടോ. നമ്മളതിൻ്റെ ഇടയിൽ കൂടി മീൻസ് അതിൻ്റെ ഇത് ഫ്രെയിം വരാത്ത രീതിയിൽ പിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഡിസ്റ്റൻസിലല്ല നിൽക്കുന്നത്, പക്ഷേ ഇടയിൽ ഈ വേലി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ കാഴ്ചകളൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുരങ്ങും നിന്ന് കളിക്കുന്നുണ്ടായി കേട്ടോ. ആ വിഷ്വൽസും കൂടി എടുത്ത ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെ നമ്മൾ നേരെ പോയി സ്റ്റേയിലേക്കാണ് പോയത്. അവിടെ എത്തിയിട്ട് നമുക്ക് വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല. പിന്നെ റെസ്റ്റ് എടുക്കുക എന്നുള്ളതിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയി റെസ്റ്റ് എടുത്തു. ബാക്കി നമ്മുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.